മജു എഴുതി സംവിധാനം ചെയ്ത് വിനയ് ഫോർട്ട്, സണ്ണി വെയിൻ, ലുക്മാൻ, ദീപ്തി തോമസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് പെരുമാനി. പെരുമാനിയെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ആദ്യം തന്നെ പെരുമാനി ഞങ്ങൾ കണ്ട തിയേറ്ററിനൊരു പ്രത്യേക നന്ദി പറയാനുണ്ട്. കാരണം പടം കാണാൻ ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 3 പേരെ വെച്ച് പടം ഓടിക്കുക എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ്. സാധാരണഗതിയിൽ 10 പേരെങ്കിലും മിനിമം ഉണ്ടെങ്കിലേ ഒരു സിനിമ റൺ ചെയ്യത്തുള്ളൂ. ഇന്ന് രാവിലെ തന്നെ മറ്റൊരു സിനിമയ്ക്ക് പോയിട്ട് നമുക്കത് കാണാൻ പറ്റില്ല. രാവിലെ ഒരു പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഷോ ക്യാൻസൽ ആയി. അതുകൊണ്ട് തിയേറ്ററുകാർക്ക് പ്രത്യേക താങ്ക്സ്. വർക്കല സ്റ്റാർ മൂവീസിലാണ് നമ്മൾ പടം കണ്ടത്. എന്തായാലും അവർക്ക് ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പെരുമാനി എന്ന് പറയുന്നത് ഒരു നാടിന്റെ കഥയാണ്. പെരുമാനിയും ചരിത്രത്തിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ഒരു ആനിമേഷൻ സ്റ്റോറി ഫസ്റ്റിലെ കാണിക്കും. അതൊക്കെ നല്ല രസമാണ്. പിന്നെ പെരുമാനിയിലെ നാട്ടുകാരും അവിടുത്തെ ചായക്കടയും അവിടുത്തെ കവലയും അവിടുത്തെ നാട്ടുകാരെല്ലാവരും തന്നെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവരുടെ സ്റ്റോറിയാണ്. പെരുമാനിയിൽ നടക്കുന്ന ഒരു കല്യാണ കഥയാണ് പെരുമാനി. അതേപോലെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആ നാട് എന്താണെന്നും നാട്ടുകാരെന്താണെന്നും വ്യക്തമായിട്ട് ഒരു പിക്ചർ കിട്ടുന്നുണ്ട്. സിനിമയുടെ പ്രധാന കഥ തുടങ്ങുന്നത് അവിടെ അതിഥികൾ എത്തുന്നു. പുതിയ 2 അതിഥികൾ എത്തുന്നിടത്തുനിന്നാണ്. പെരുമാനി എന്ന് പറയുന്ന ഗ്രാമത്തില് പുതിയ 2 അതിഥികൾ എത്തുന്നിടത്തുനിന്നാണ് സിനിമയുടെ പ്രധാന കഥ തുടങ്ങുന്നത്. പിന്നെ പെർഫോമൻസിൽ വരികയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയ സ്പേസ് കൃത്യമായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, പ്രത്യേകിച്ച് വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടർ കുറെ ലെയറുകളുള്ള ക്യാരക്ടറാണ്. നല്ല രീതിയിൽ വിനയ് ഫോർട്ടിന്റെ ലുക്കും മീശയും സ്വർണ്ണ പല്ലും മുടിയും അതൊക്കെ അടിപൊളിയായിരുന്നു. വിനയ് ഫോർട്ടിന്റെ മാനറിസം ഒക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുക്രിയായിട്ട് വരുന്ന ആള് നവാസ് പള്ളിക്കുന്ന്, അങ്ങനെ എന്തോ പേര്. എല്ലാ ക്യാരക്ടേഴ്സും വേഷം നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മുടെ ഗോപി സുന്ദറിന്റെ മ്യൂസിക്കാണ്. സിനിമയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഗോപി സുന്ദർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് തോന്നുന്നത്. അതെ, യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ ഈ പെരുമാനി ഒരു തരത്തിലൊരു ഫിക്ഷണൽ സ്റ്റോറിയും കൂടിയാണ്. അപ്പം അതിനെ കൃത്യമായിട്ട് മ്യൂസിക് പക്കായിട്ട് എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പാട്ടുകളായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ജേർണി ഓക്കെ ആക്കുന്നത് കൂടുതൽ പങ്കും മ്യൂസിക് തന്നെയാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ക്യാമറ. കറക്റ്റ് ആ ഗ്രാമത്തിന്റെ ഭംഗികൾ, കുറെ അധികം ലാൻഡ്സ്കേപ്പുകളൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പാടങ്ങളും പിന്നെ കളറിങ്ങും ഈ ഒരു ഫിക്ഷണൽ സ്റ്റൈൽ നമ്മളെ ഒരു എന്താ പറയാ, ഒരു ചിത്രകഥയുടെ വായിക്കുന്ന പോലത്തെ ഒരു പിക്ചേഴ്സും പിന്നെ ഈ കുറെ ഡയലോഗുകളൊക്കെ ഇങ്ങനെ POVയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സ് അത് കൂടുതൽ ഇമ്പാക്ട് ഓഡിയൻസിൽ ഉണ്ടാക്കാൻ ആ ഒരു ക്യാമറയ്ക്ക് പറ്റുന്നുണ്ട്. പിന്നെ സിനിമയുടെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സിനിമയുടെ ക്യാരക്ടറൈസേഷൻ. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള സ്പേസ്, എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ട് ലെയേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സ്, അത് നന്നായി പെർഫോം ചെയ്തു. അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ. ആ നാട്ടിലെ ഓരോ കഥാപാത്രങ്ങളും കൃത്യമായിട്ട് എന്താണെന്ന് കാണിക്കാൻ ഈ ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും കൂടി പറ്റിയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ഒരു ആവിഷ്കാരമാണ് പെരുമാനി എന്ന് പറയുന്നത് അല്ലേ. വ്യത്യസ്തമായ ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ഫിക്ഷണൽ ടൈപ്പ് ഒരു കഥയാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആവിഷ്കാരമാണ്. അതിന്റെ എല്ലാ ഘടകങ്ങളും ഒരുപോലെ മനോഹരമായിട്ടുണ്ടെങ്കിലും അതിന്റെ സ്ക്രിപ്റ്റ്, അതായത് പെരുമാനി എന്ന് പറയുന്ന കഥ, പെരുമാനിയിൽ ഉണ്ടാവുന്ന കഥ അല്ലെങ്കിൽ ആ നടക്കുന്ന സംഭവം, അത് പ്രത്യേകിച്ച് പ്രേക്ഷകരിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാത്ത വളരെ നോർമലായിട്ടുള്ള സ്വാഭാവികമായ ഒരു സംഭവം. എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നില്ല എന്നല്ല, ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ സ്ക്രിപ്റ്റ് അവിടെ എത്തുമ്പോഴത്തേക്കും ഇച്ചിരി ഡൗൺ ആവുന്ന പോകുന്നതാണ്. അതായത് നമ്മൾ ഈ സിനിമ കണ്ടുവരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ലെവലിലേക്ക് തിരക്കഥ എത്തുന്നില്ല. വളരെ നോർമലായിട്ട് എൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ്. ക്ലൈമാക്സ് ഒന്നും മോശമാണെന്നല്ല, പക്ഷെ ശക്തമല്ലാത്തൊരു തിരക്കഥ എന്നുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത് അല്ലേ. ആ ക്യാരക്ടറൈസേഷനും ആ പശ്ചാത്തലമൊക്കെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രതീക്ഷിക്കും. മുൻധാരണകളൊന്നും ഇല്ലാതെ കുടുംബമായിട്ട് ഒന്നിച്ചു പോയി കാണാൻ പറ്റിയ ഒരു സിനിമ ആവറേജ് മൂവിയാണ്. പ്രത്യേകിച്ച് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ചുമ്മാ പോയി
കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. അപ്പം അടുത്തൊരു സിനിമയുടെ അഭിപ്രായമായിട്ട് വരാം. വരുന്നു